ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻവേർട്ടിബിൾ മെട്രിസസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം അതിന്റെ ഡെഫിനിഷൻ നോക്കാം. If A is a square matrix of order m and if there is another matrix B of the same order such that AB equal to BA equal to I, then B is called the inverse of A and is denoted by A inverse. ഇതാണ് എയുടെ ഇൻവേഴ്സിനെ കാണിക്കാനുള്ള നൊട്ടേഷൻ. ഇനി എന്താണ് ഡെഫിനിഷനിൽ പറഞ്ഞത് നോക്കാം. എ ഓർഡർ എമ്മിലുള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഈ എ എന്ന മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? there exists another matrix B of the same order. എയുടെ അതേ ഓർഡറിൽ ഒരു ബി എന്ന മെട്രിക്സ് ഉണ്ടാവണം. such that എന്താണ് ബി സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ? എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആവണം. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരാം. ഏത് ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ്? എ ഇൻറ്റു ബി, ബി ഇൻറ്റു എ ഒക്കെ ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആണോ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐ. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബി എന്ന മെട്രിക്സിനെയാണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് എയുടെ ഇൻവേഴ്സിനെ കാണിക്കാനുള്ള നൊട്ടേഷൻ. ഇനി ഇങ്ങനൊരു ഇൻവേഴ്സ് എക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എ ഈസ് ഇൻവേർട്ടിബിൾ. എ എന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയും. ഇനി അതിനൊരു എക്സാമ്പിൾ, ലെറ്റ് എ ഈക്വൽ ടു ഓർഡർ 2 ഉള്ള സ്ക്വയർ മെട്രിക്സ് 2 3 1 2 ആൻഡ് ബി ഈക്വൽ ടു 2 -3 -1 2. ഈ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. Now let us check what is AB. അപ്പോൾ എയും ബിയും എടുത്തെഴുതി ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 into 2 plus 3 into -1, that is the first element. 2 into -3 plus 3 into 2 is the second element of the first row. Now second row 1 into 2 plus 2 into -1, അതാണ് സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെന്റ്. സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് 1 into -3 plus 2 into 2. So this is that elements. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1 0 0 1. അതായത് എയും ബിയും ഏത് ഓർഡറിലാണോ എ ബി അതേ ഓർഡറിലാണ് കിട്ടുക. അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇവിടെ ഐ. സോ എ ബി ഈക്വൽ ടു ഐ എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ബി എ കണ്ടുപിടിച്ചാലും അതും ഇതേപോലെ ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എയുടെ ഇൻവേഴ്സ് ആണ് ബി. ഇനി എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്നുണ്ടെങ്കിൽ തിരിച്ചും നമുക്ക് പറയാം ബിയുടെ ഇൻവേഴ്സ് ഏതാണ്? എ ആണ്. സോ വി ക്യാൻ റൈറ്റ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആൻഡ് ഓൾസോ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ. അപ്പൊ ഇതാണ് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ. ഇവിടെ എ എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ബി എന്ന് പറയാം. ബിക്കോസ് എ ബി ഈക്വൽ ടു ഐ ആണ്, ബി എ ഈസ് ഓൾസോ ഈക്വൽ ടു ഐ. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ബിനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. ഇനി എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ബി എ ഈക്വൽ ടു എ ബി തന്നെയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആൻഡ് ബി ഇൻവേഴ്സ് ഈസ് ഓൾസോ ഈക്വൽ ടു എ. ഇനി നമുക്ക് പറയേണ്ടത് ഒരു തിയറം പറയുന്ന ഇതാണ്: ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യുണീക്ക്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവേഴ്സ് യുണീക്ക് ആണ്. എന്താ യുണീക്ക് എന്ന് പറഞ്ഞ അർത്ഥം? ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരേ ഒരു ഇൻവേഴ്സേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സ് ഒരു സ്ക്വയർ മെട്രിക്സിന് ഉണ്ടാവില്ല എന്നാണ് ഈ യുണീക്ക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് തെളിയിക്കണം. ഇത് തെളിയിക്കാൻ സാധാരണ മാത്സിലെ യുണീക്ക് ആണെന്ന് തെളിയിക്കേണ്ട കേസിലെല്ലാം നമ്മൾ തിരിച്ച് അസ്യൂം ചെയ്യും. അതായത് യുണീക്ക് അല്ല എന്ന് വിചാരിക്കാം. യുണീക്ക് അല്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ട് എന്നല്ല അർത്ഥം. അപ്പൊ ഇവിടെ ആ ഒരു രീതിയിലാണ് നമ്മളിത് തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രൂഫ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക, അതിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 2 ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 ഇൻവേഴ്സും സെയിം ആവും എന്ന് തെളിയിച്ചാൽ ഒന്നേ ഉള്ളൂ എന്നല്ലേ അർത്ഥം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ പ്രൂഫ് വരുന്നത്. നോക്കാം. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ബി ആൻഡ് സി ബി ദ ഇൻവേഴ്സസ് ഓഫ് എ. നമുക്ക് തെളിയിക്കേണ്ടത് എക്ക് ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ എന്താ വിചാരിച്ചു? എക്ക് 2 ഇൻവേഴ്സ് ഉണ്ട്. ബിയും എയുടെ ഇൻവേഴ്സ് ആണ്, സിയും എയുടെ ഇൻവേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻസ് എഴുതാം. സപ്പോസ് ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്നുണ്ടെങ്കിൽ എന്താണ് ബി എന്ന മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട റിലേഷൻ?
എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആയിരിക്കണം. നമ്മൾ ഇൻവേഴ്സിന്റെ ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ മെട്രിക്സിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞ ഐഡിയ ആണ്. ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്നുണ്ടെങ്കിൽ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ബിയുടെയും എയുടെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആവണം. അത് ഐഡന്റിറ്റി മെട്രിക്സ് ആവണം. ഇനി ഇതിന് പകരം നമുക്ക് വേറൊന്നും കൂടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ, സിയും എയുടെ ഇൻവേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സി ആണ് എയുടെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. എയുടെ സിയുടെയും പ്രൊഡക്റ്റ് സിയുടെയും എയുടെയും പ്രൊഡക്റ്റിന് സെയിം ആണ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയത് നമ്മൾ അസ്യൂം ചെയ്ത റിസൾട്ടിൽ നിന്നാണ്. എന്താ നമ്മൾ അസ്യൂം ചെയ്തത്? എക്ക് രണ്ട് ഇൻവേഴ്സസ് ഉണ്ട്, ഒന്ന് ബിയും മറ്റത് സിയും. എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്നുണ്ടെങ്കിൽ വി ഹാവ് ദിസ് ഇക്വേഷൻ, എയുടെ ഇൻവേഴ്സ് ആണ് സി എന്നുണ്ടെങ്കിൽ വി ഹാവ് ദിസ് ഇക്വേഷൻ. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? യുണീക്ക് ഉള്ളൂ എന്നല്ലേ തെളിയിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇത് രണ്ടും സെയിം ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമ്മുടെ എയിം ഇതാണ്, ബി ഈക്വൽ ടു സി എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളൂ എന്നുള്ള അർത്ഥം വന്നു. നോക്കാം നമുക്ക്. ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ എന്ന് എഴുതാം. ബിക്കോസ് ഐ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രത്യേകതയാണ് അത് ഏതിന്റെ കൂടെ ഇൻറ്റു ചെയ്താലും അതേ മെട്രിക്സ് ആണ് കിട്ടുക. സോ ബി ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻറ്റു ഐ. ഇനി ഈ ഐക്ക് പകരം നമുക്ക് 4 ടേംസ് ഉണ്ട് ഐയുടെ വാല്യൂ ആയിട്ട്. നോക്കുക, ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ 4 രീതിയിൽ നമുക്ക് ഐനെ എഴുതാം. അതിലിവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എ അടുത്ത് വരുന്ന അതുപോലെ സിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണത്തിന് ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. സോ വി ഹാവ് റിട്ടൺ ഐ ആസ് എ സി. എവിടുന്ന് കിട്ടിയത്? ഇക്വേഷൻ 2ലുണ്ട് എ സി ഈക്വൽ ടു ഐ എന്നില്ലേ. അതിൽ ഈ എ സി എന്നുള്ളത് ഐക്ക് പകരം എഴുതി. സോ ബി ഇൻറ്റു എ സി എന്നായി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ നമുക്ക് അതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ബി ഇൻറ്റു എ സി ക്യാൻ ബി റിട്ടൺ ആസ് ബി എ ഇൻറ്റു സി. ഇനി നോക്കാം, വാട്ട് ഈസ് ബി എ? ബി എ ഈസ് ഈക്വൽ ടു ഐ ആണ് ഫ്രം ഇക്വേഷൻ 1. ബി എക്ക് പകരം വീണ്ടും ഐ എന്ന് എഴുതി. അപ്പൊ ഇത് ഐ ഇൻറ്റു സി എന്നായി. ഐ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ഈക്വൽ ടു സി എന്ന് കിട്ടി. അതായത് എ എന്ന മെട്രിക്സിന് ബിയും സിയും രണ്ട് ഇൻവേഴ്സസ് ഉണ്ടെങ്കിൽ അത് രണ്ടും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിച്ച് ഇംപ്ലൈസ് ദ ഇൻവേഴ്സ് ഈസ് യുണീക്ക്. അപ്പൊ ഒരു മെട്രിക്സിന് ഒരേ ഒരു ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി അടുത്തൊരു തിയറം. If A and B are invertible matrices of the same order, then AB the whole inverse, AB എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഈക്വൽ ടു B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ആണ്. ഈ റിസൾട്ട് നമ്മൾ ട്രാൻസ്പോസിൽ കണ്ട അതേ പാറ്റേണിലുള്ള റിസൾട്ടാണ്. ഇത് നമുക്ക് തെളിയിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ തെളിയിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻവേഴ്സിന്റെ ഡെഫിനിഷനാണ്. ഒരു മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എയും ബിയും ഇൻറ്റു ചെയ്താൽ ഐ കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് ഏത് മെട്രിക്സിന്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്? എ ബി എന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പൊ നോക്കുക, എ ബി എന്ന മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഇൻറ്റു ചെയ്താൽ വാട്ട് ഈസ് ദ റിസൾട്ട്? ദ റിസൾട്ട് ഈസ് ദ ഐഡന്റിറ്റി മെട്രിക്സ്. അതാണല്ലോ ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും തമ്മിലുള്ള പ്രോഡക്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഇൻവേഴ്സ് എ ബി ഇൻറ്റു അതിന്റെ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്ന് എഴുതാം. നമുക്കിതിൽ അറിയേണ്ടത് എ ബി ഇൻവേഴ്സ് എന്താണെന്നാണ്. എ ബി ഇൻവേഴ്സ് ഇതാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എ ബി ഇൻവേഴ്സിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടെത്തണം. അപ്പൊ നോക്കുക, ഈ എ ബി ഇൻവേഴ്സ് മാത്രം ഈ സൈഡിലാവണം. അപ്പൊ എ ബി ഇൻവേഴ്സിന്റെ കൂടെയുള്ള ഈ എയും ബിയും അവിടുന്ന് പോകണം. അതിനെന്താ വഴി എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റെപ്പായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ എയിനെ മാത്രം ഒഴിവാക്കാൻ നോക്കുക. എയും ബിയും നമുക്ക് പോകണം, എന്നാലേ എ ബി ഇൻവേഴ്സ് മാത്രമേ ഈ സൈഡിൽ കിട്ടുള്ളൂ. നമുക്ക് ആദ്യം എയിനെ കളയാനുള്ള വഴി ആലോചിക്കാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ള റിസൾട്ട്? എയും ബിയും ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ എക്ക് ഒരു എ ഇൻവേഴ്സ് ഉണ്ട്, അതുപോലെ ബിക്ക് എന്തുണ്ട്? ഒരു ബി ഇൻവേഴ്സും ഉണ്ട്. ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയ ഇക്വേഷനിൽ രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. സോ ദിസ് ഇസ് ദ റിസൾട്ട്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഒരേ സ്ഥാനത്ത് എ ഇൻവേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്തു.
ഇനി നമുക്ക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തിനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം? എ ഇൻവേഴ്സ് ഇൻറ്റു എ, ഈ രണ്ടെണ്ണത്തിനെ ഒന്നിച്ചാക്കി. ബിനെ അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു, ഇവിടെ എ ഇൻവേഴ്സ് മാത്രമായി. എന്തുകൊണ്ടാണ് അങ്ങനെയായത്? മറ്റത് ഐഡന്റിറ്റി അല്ലേ. ഐഡന്റിറ്റി മെട്രിക്സിനെ കൊണ്ട് ഏതിനെ ഇൻറ്റു ചെയ്താലും അത് തന്നെയല്ലേ കിട്ടുള്ളൂ. സോ റൈറ്റ് സൈഡ് ഈസ് എ ഇൻവേഴ്സ്. ഇനി ഇതില് വാട്ട് ഈസ് എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് ആണ്. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ഏത് ഓർഡറിൽ ഇൻഡ്യൂ ചെയ്താലും ദ റിസൾട്ട് ഈസ് ദ ഐഡന്റിറ്റി മെട്രിക്സ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ്. അപ്പൊ അതിന് പകരം നമുക്ക് ഐ എന്ന് എഴുതാം. എ ഇൻവേഴ്സ് ഇൻറ്റു എക്ക് പകരം ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി, ബാക്കിയെല്ലാം അതേപോലെ ഇറക്കി എഴുതി. റൈറ്റ് സൈഡിൽ എ ഇൻവേഴ്സ്. ഇനി നോക്കുക ഇവിടെ ഐ ബി. ഐ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ബി വേറൊരു മെട്രിക്സ് ആണ്. സോ വാട്ട് ഈസ് ഐ ബി? ഐ ബി ഈസ് ഈക്വൽ ടു ദാറ്റ് മെട്രിക്സ് ഇറ്റ് സെൽഫ്, അതായത് ബി ആണ്. ഐ ബി ഈസ് ഈക്വൽ ടു ബി ആണ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചേർത്തുള്ളത്. ബാക്കി എല്ലാ ഭാഗവും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കളഞ്ഞത് ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ എ എന്നുള്ള പാർട്ട് ഇപ്പൊ പോവാൻ എന്താ ചെയ്തെന്നുള്ളതാണ് അവിടുത്തെ സ്റ്റെപ്പ്. അതേപോലെ നമുക്ക് അടുത്തതായിട്ട് ഈ ബിനെ കളയണം. അപ്പൊ ബിയും ഇൻവേർട്ടിബിൾ ആണല്ലോ. സോ ബി ഇൻവേഴ്സ് ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഈ ബിനെ കളയാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ബി ഇൻവേഴ്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ബി ഇൻവേഴ്സ് ബി എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബി ഇൻവേഴ്സ് ലെഫ്റ്റ് അറ്റത്താണ് ഇൻഡ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും അതേ സ്ഥാനത്തെ കൊടുക്കാൻ പാടുള്ളൂ. എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എഴുതാൻ പാടില്ല. കാരണം എന്താണ്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ആയിക്കോളണമെന്നില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആലോചിക്കുക. അവിടെ ഇല്ലല്ലോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഏത് സ്ഥാനത്താണോ നമ്മൾ ബി ഇൻവേഴ്സ് എഴുതുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിലും അതിന്റെ സ്ഥലം. ഇനി ഒന്നുമില്ല, ഇനി നേരത്തെ ചെയ്ത അതേപോലെ വാട്ട് ഈസ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി? ബിയും അതിന്റെ ഇൻവേഴ്സും അല്ലേ ഇത്. സോ ഇറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ്. ബി ഇൻവേഴ്സ് ബിക്ക് പകരം ഐ എഴുതുക, ബാക്കിയെല്ലാം അതേപോലെ. നൗ ഐ ഇൻറ്റു ഒരു മെട്രിക്സ്, വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് മെട്രിക്സ് ഇറ്റ്സെൽഫ്. സോ ദ ലെഫ്റ്റ് സൈഡ് ഈസ് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അതാണ് നമ്മളോട് ഇവിടെ തെളിയിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ തുടങ്ങിയത് ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും തമ്മിൽ ചേർന്നാൽ ഐഡന്റിറ്റി ആണ് എന്നുള്ള റിസൾട്ട്. അതിൽ നിന്ന് നമ്മൾ എ ബി ഇൻവേഴ്സിനെ മാത്രം ലെഫ്റ്റിലാക്കി. ഈ എയിനെയും ബിനെയും അവിടുന്ന് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യാൻ ഉപയോഗിച്ചത് എന്താണ്? അത് രണ്ടും ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് വന്നത്. സോ വി ഗോട്ട് ദ റിസൾട്ട് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇനി നമുക്ക് പറയേണ്ടത് എലമെന്ററി ഓപ്പറേഷൻസ് ഓഫ് എ മെട്രിക്സ് അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. എലമെന്ററി ഓപ്പറേഷൻസ് 6 എണ്ണാണുള്ളത്. അതിൽ 3 എണ്ണം റോസിനെ ബേസ് ചെയ്തിട്ടും 3 എണ്ണം കോളംസിനെ ബേസ് ചെയ്തിട്ടുമാണ്. ഇനി അതിൽ ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. റോസിന്റെ കാര്യം കോളംസിന്റെ കാര്യം വരുന്നുണ്ട്. അപ്പൊ 2 എണ്ണം ഇതിൽ വരുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ് ഓർ കോളംസ്. അതായത് 2 റോസിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അതുപോലെ 2 കോളംസിനെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷനാണ് ഇത്. ഇപ്പോൾ RI എന്ന റോയും RJ എന്ന റോയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ നമ്മൾ അതിനെ ഈ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഇനി റോസിന് പകരം നമ്മൾ കോളംസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി എന്നുള്ള സഫിക്സ് വെച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. CI എന്ന കോളം CJ എന്ന കോളം പരസ്പരം മാറ്റുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതിൽ തന്നെ 2 എണ്ണം വന്നു, റോസ് തമ്മിലുള്ള ഇന്റർചേഞ്ച്, അതേപോലെ കോളംസ് തമ്മിലുള്ള ഇന്റർചേഞ്ച്. Now the second rule is the multiplication of elements of any row or column by a non-zero number. ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെന്റ്സിനെയും അതേ എലമെന്റ്സിന്റെ ഒരു മൾട്ടിപ്പിൾ കൊണ്ട്, 0 അല്ലാത്ത ഒരു നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് അത് ആ സ്ഥാനത്ത് എഴുതാം. അതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ RI എന്ന റോയിനെ K എന്ന നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് അതാത് സ്ഥാനത്ത് തന്നെ എഴുതുന്നു. സോ RI ചേഞ്ചസ് ടു KRI. RIയിലെ ഓരോ എലമെന്റിനെയും എന്ത് ചെയ്യുന്നു? K എന്നുള്ള നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് അതാത് സ്ഥലത്ത് കൊടുക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതേപോലെ നമുക്ക് കോളംസ് തമ്മിലും ചെയ്യാം.
CIക്ക് പകരം ith കോളത്തിന് പകരം ആ ith കോളത്തിലെ എലമെന്റ്സിനെ തന്നെ k എന്ന നമ്പർ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത് അതാത് സ്ഥാനത്ത് എഴുതാം. അപ്പോൾ അതിനുള്ള റെപ്രസെന്റേഷൻ ആണ് ഇത്. ഒക്കെ റോസിന്റെ അതേപോലെ തന്നെ കോളംസിലും. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ഇന്റർചേഞ്ച്, മറ്റേത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെന്റ്സ് ബൈ എ നോൺ സീറോ നമ്പർ റോയിലും കോളത്തിലും. അപ്പോൾ 4 ഓപ്പറേഷൻസ് അവിടെ കഴിഞ്ഞു. ഇനി രണ്ടെണ്ണമാണ് ബാക്കിയുള്ളത്. ദ അഡീഷൻ ടു ദ എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം the corresponding elements of any other row or column multiplied by a non-zero number. അതായത് ഒരു റോയിലെ എലമെന്റ്സിനെ വേറൊരു റോയിലെ എലമെന്റ്സിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ വെച്ചിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് അതാത് സ്ഥാനത്ത് കൊടുക്കുക. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ith കോളത്തിന് പകരം ith കോളത്തിലെ എലമെന്റ്സിനെ ith റോയിലെ എലമെന്റ്സിന് പകരം ith റോയിലെ എലമെന്റ്സിനെ jth റോയിലെ എലമെന്റ്സിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ വെച്ചിട്ട് ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് അതിനെ ആ സ്ഥാനത്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് കോളത്തിലും ചെയ്യാം. ith കോളത്തിലെ എലമെന്റ്സിന് പകരം അതേ കോളത്തിലെ എലമെന്റ്സിനെ വേറൊരു കോളത്തിലെ എലമെന്റ്സിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ എടുത്തിട്ട് അവയുടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഓപ്പറേഷൻസ് വരുന്നത്. ഒന്നും കൂടെ പറയാം. 2 റോസ് തമ്മിലോ 2 കോളംസ് തമ്മിലോ ഇന്റർചേഞ്ച് ചെയ്യുക. ഒരു റോയിലെ എലമെന്റ്സിനെ അതിന്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതാത് സ്ഥലത്ത് എഴുതുക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റോയിലെ എലമെന്റ്സിനെ ആ റോയിലെ എലമെന്റ്സിന്റെ കൂടെ വേറൊരു റോയിലെ എലമെന്റ്സിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ എടുത്തിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. അതേപോലെ കോളംസിലും എഴുതുക. ഇത്രയുമാണ് എലമെന്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ 3 റോസിനെ ബേസ് ചെയ്തിട്ട് അതേപോലെ 3 കോളംസിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ഈ 6 ഓപ്പറേഷൻസ് വരുന്നത്. ഇനി ഇവിടെ ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ടോപ്പിക് വരുന്നത് ഈ എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുള്ള പ്രൊസീജിയറിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ എലമെന്ററി ഓപ്പറേഷൻസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞത്. Now next is inverse of a matrix by elementary operations. ഈ പറഞ്ഞ 6 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ പറ്റുക, അതിനുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ ആദ്യം പറയുന്നത്. If A is a square matrix such that A inverse exists, to find A inverse using elementary row operations. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 6 എന്നുള്ളതിൽ 3 റോസ് ബേസ് ചെയ്തിട്ടും അതേ പാറ്റേണിൽ 3 കോളംസ് ബേസ് ചെയ്തിട്ടുമാണ്. ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനുള്ള പ്രൊസീജിയർ ആണ് പറയുന്നത്. സോ യൂസിങ് റോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ A ഈക്വൽ ടു I ഇൻറ്റു എ എന്നുള്ള ഫോമിൽ എഴുതുക. എ ഒരു ഗിവൺ മെട്രിക്സ് ആയിരിക്കും. A ഈക്വൽ ടു I ഇൻറ്റു എ. I ഇൻറ്റു എ ഈസ് എ ഇറ്റ് സെൽഫ്. ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ അത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മെട്രിക്സ് ഇക്വേഷനിൽ ഒരു സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ്. സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കുറെ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. ഏതുവരെ അപ്ലൈ ചെയ്യണം? till we get I equal to B into A. അതായത് A equal to I into A എന്ന് തുടങ്ങി ഈ ഇക്വേഷനിൽ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്ത് ഇതിനെ I equal to B into A എന്നുള്ള ഫോമിലാക്കണം. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ എക്ക് പകരം ഐഡന്റിറ്റി മെട്രിക്സ് വരണം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഐക്ക് മാറ്റം വരും. ആ മാറ്റം വന്ന് അവിടെ എന്താണോ ആ സ്ഥാനത്ത് വരുന്നത് ഈ ബിനെയാണ് നമ്മുടെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. The matrix B will be the inverse of A. ഇതാണ് റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് എലമെന്ററി ഓപ്പറേഷൻസ് റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗിവൺ മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് കാണാനുള്ള മാർഗം. എന്താ പറഞ്ഞത്? റൈറ്റ് A equal to IA and apply a sequence of row operation on this equation till we get I equal to B into A. അപ്പൊ ഈ ബി എന്ന മെട്രിക്സ് എന്താണോ അതിനെയാണ് എയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് ഇപ്പൊ റോ ഓപ്പറേഷൻസ് വെച്ചിട്ട് എങ്ങനെ കാണാനാണ് പറഞ്ഞത്. ഇതേപോലെ
കോളം ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇൻവേഴ്സ് കാണാം. ടു ഫൈൻഡ് എ ഇൻവേഴ്സ് യൂസിങ് കോളം ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? എ ഈക്വൽ ടു എ ഐ എന്നാണ് എഴുതേണ്ടത്. റോ ഓപ്പറേഷൻസിൽ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതിയത്. പക്ഷെ കോളം ഓപ്പറേഷനിൽ എ ഈക്വൽ ടു എ ഇൻറ്റു ഐ എന്ന് എഴുതുക. ആൻഡ് അപ്ലൈ എ സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻസ് ഓൺ ദിസ് ഇക്വേഷൻ ടിൽ വി ഗെറ്റ് ഐ ഈക്വൽ ടു എ ബി. അവിടെ ഈ ബി എന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്താണ്? എയുടെ ഇൻവേഴ്സ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാനാണ് ചോദ്യം ഉണ്ടെങ്കിൽ റോ ഓപ്പറേഷൻ ഒരു സ്റ്റെപ്പിൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ റോ ഓപ്പറേഷൻസ് മാത്രം ഉപയോഗിച്ച് കാണാം, അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കാണാം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ഇതാണ്. ഇഫ് ആഫ്റ്റർ അപ്ലൈയിങ് വൺ ഓർ മോർ എലിമെന്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ ഈക്വൽ ടു ഐ എ or elementary column operations on A equal to A into I, we obtain all zeros in one or more rows of a matrix A on LHS, then A inverse does not exist. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ റോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഇൻവേഴ്സ് കാണാനുള്ള പ്രൊസീജിയർ തുടങ്ങി. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റോയിൽ ഫുള്ള് ലെഫ്റ്റ് സൈഡില് മെട്രിക്സില് ഒരു റോയില് ഫുള്ള് സീറോസ് വരുന്നു. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നോ അതിലധികമോ റോസില് സീറോസ് മാത്രം വന്നു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിലൂടെ കാണാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഈ പ്രൊസീജിയറിൽ, അതായത് ഇപ്പൊ പറഞ്ഞ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.